നമ്മുടെ മിക്ക അസുഖങ്ങൾക്കും കാരണം അസിഡിറ്റിയാണ് എന്നാണ് പറയപ്പെടുന്നത്. ദഹനാരോഗ്യത്തിന്റെ അടിസ്ഥാനം എന്താണ്? എന്തുകൊണ്ട് ഗ്യാസ് പ്രശ്നം ഉണ്ടാകുന്നു? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിന് ഊർജവും പോഷകങ്ങളും നൽകണമെങ്കിൽ ആദ്യം അത് ശരിയായി ദഹിക്കണം. ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനത്തിൽ ചെറിയൊരു തടസ്സം പോലും ഉണ്ടായാൽ ഗ്യാസ്, വയറുവീക്കം, അസിഡിറ്റി, മലബന്ധം, വയറുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇന്ന് ലോകമെമ്പാടുമുള്ള ആളുകളിൽ ഏറ്റവും സാധാരണയായി കാണുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഗ്യാസ് സംബന്ധമായ അസ്വസ്ഥതകൾ. ഓഫീസിൽ മണിക്കൂറുകളോളം ഇരുന്ന് ജോലി ചെയ്യല്, അതുപോലെ കുറവ്, ക്രമരഹിതമായ ഭക്ഷണ രീതി, അമിതമായ മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ് എന്നിവയാണ് പ്രധാന കാരണങ്ങൾ. പലരും ഉടനടി ആശ്വാസത്തിനായി മരുന്നുകളെ ആശ്രയിക്കുന്നു. എന്നാൽ മരുന്നുകൾ പലപ്പോഴും ലക്ഷണങ്ങൾ കുറക്കുകയേ ചെയ്യുകയുള്ളൂ. അടിസ്ഥാന കാരണം അത് മാറ്റുന്നില്ല. ജീവിതശൈലിയിലെ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് യോഗയും ശ്വാസ അഭ്യാസവും ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം സ്വാഭാവികമായി മെച്ചപ്പെടുത്താൻ സഹായിക്കും. ദഹന വ്യവസ്ഥ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് വായിൽ നിന്ന് അന്നനാളം വഴി ആമാശയത്തിലേക്ക് എത്തുന്നു. അവിടെ ആസിഡും ദഹനരസങ്ങളും ചേർന്ന് ഭക്ഷണത്തെ ചെറിയ ചെറിയ കണങ്ങളാക്കി മാറ്റുന്നു. തുടർന്ന് ഭക്ഷണം ചെറുകുടലിലേക്ക് പോകുന്നു. അവിടെ നിന്നാണ് ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. ബാക്കി ശേഷിക്കുന്ന അവശിഷ്ടങ്ങൾ വൻകുടലിലേക്ക് എത്തി വെള്ളം ആഗിരണം ചെയ്യപ്പെടുകയും മലമായി വേസ്റ്റൊക്കെ പുറത്തേക്ക് പോവുകയും ചെയ്യും. ഈ മുഴുവൻ പ്രക്രിയയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ തടസ്സമുണ്ടായാൽ ഗ്യാസ് രൂപപ്പെടുകയും വയർവീക്കം അനുഭവപ്പെടുകയും ചെയ്യും. ഗ്യാസ് എന്തുകൊണ്ടുണ്ടാവുന്നത്? ഗ്യാസ് ശരീരത്തിന്റെ സ്വാഭാവിക പ്രക്രിയയുടെ ഭാഗമാണ്. എന്നാൽ അതിൻ്റെ അളവ് കൂടുമ്പോൾ അസ്വസ്ഥതയുണ്ടാകുന്നു. ഗ്യാസ് ഉണ്ടാവാനുള്ള പ്രധാന കാരണങ്ങൾ: ഭക്ഷണം വേഗത്തിൽ കഴിക്കുക, ഭക്ഷണം നന്നായി ചവച്ച് കഴിക്കാതിരിക്കുക, അതായത് നന്നായി ചവച്ച് കഴിക്കണം എന്നർത്ഥം. അങ്ങനെ നന്നായിട്ട് ചവച്ച് കഴിച്ചില്ലെങ്കിൽ ഗ്യാസ് ഉണ്ടാവും. അധികമായി വറുത്തതും എണ്ണയുള്ളതുമായ ഭക്ഷണം കഴിക്കുക, കാർബോഹൈഡ്രേറ്റ് പാനീയങ്ങൾ ഉപയോഗിക്കുക. കാർബോഹൈഡ്രേറ്റ് പാനീയങ്ങൾ എന്ന് പറഞ്ഞാൽ കോള, പെപ്സി തുടങ്ങിയ പാനീയങ്ങൾ. അതുപോലുള്ള കുറെ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ വെൽക്കം ഡ്രിങ്ക്സ് ആയിട്ട് കൊടുക്കുന്ന പല ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, അതൊക്കെ പാനീയങ്ങളാണ്, കാർബണേറ്റഡ് പാനീയങ്ങളാണ്. അമിതമായി പയർവർഗ്ഗങ്ങളെ ഉപയോഗിക്കുക, മലബന്ധം, വ്യായാമക്കുറവ്, അമിത മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ്, ഭക്ഷണ സമയം പാലിക്കാതിരിക്കുക. അപ്പൊ ഇതില് മിക്ക കാര്യങ്ങളും നമ്മളൊക്കെ ചെയ്യാറുണ്ടാവും അല്ലെ? കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കില്ല. അതുപോലെ വ്യായാമം എന്നുള്ളത് ഒരു അലങ്കാരമായിട്ടാണ് എല്ലാവരും കാണുന്നത്. വ്യായാമം, യോഗ എന്നൊക്കെ പറയുന്നത് ഈ കാലഘട്ടത്തിൽ നമുക്ക് അത്യാവശ്യമാണ്. മുൻ കാലഘട്ടത്തിലൊക്കെ നമുക്ക് അത്യാവശ്യം എക്സസൈസ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നാച്ചുറലായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ അല്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അടുക്കളയിൽ കുറേ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും വെറുതെ നിന്നിങ്ങനെ ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുട്ടുകൾക്കൊന്നും വളക്കേണ്ട ഒരു ആവശ്യമേ വരുന്നില്ല. അത് കാരണം മിക്ക ആളുകൾക്കും മുട്ടുവേദനയൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ നിർബന്ധമായും ഒരു ഏജ് കഴിഞ്ഞാലെങ്കിലും നമ്മൾ യോഗയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എക്സസൈസോ ചെയ്തിരിക്കണം. ഇനി ഗ്യാസ് ഉണ്ടോ എന്നുള്ളതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പല ആളുകൾക്കും അനുഭവപ്പെടുന്നത് വയറ് നിറഞ്ഞതുപോലെ തോന്നും. ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും വയറ് ഭയങ്കര നിറഞ്ഞു തോന്നും. വയറ് വീർക്കൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഏമ്പക്കം വിടുക, ആ സ്വഭാവം ഉണ്ടാവും. പിന്നെ കീവായു പോകല്, ഗ്യാസ് പുറത്തേക്ക് പോകല്, നെഞ്ചെരിച്ചല്, വയറിന്റെ താഴെ ഭാഗത്ത് വേദന, ഭക്ഷണം കഴിച്ചാൽ ഉടൻ നിറഞ്ഞതായി തോന്നുക, മലബന്ധം അല്ലെങ്കിൽ ക്രമരഹിതമായ മലവിസർജനം.
ഒന്നുകിൽ മലബന്ധം ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് പോകുന്ന അങ്ങനെ ക്രമരഹിതമായ മലവിസർജനം. ഇതൊക്കെ എന്താണ്, ഈ ഗ്യാസ് ഉണ്ട് എന്നത് മനസ്സിലാക്കാനുള്ള ലക്ഷണങ്ങളാണ്. ഈ പ്രശ്നം എങ്ങനെയുള്ള ആളുകളിലാണ് കൂടുതൽ കാണുന്നത് നോക്കാം. ഓഫീസ് ജോലിക്കാർ മണിക്കൂറുകളോളം ഇരുന്ന് ജോലി ചെയ്യുന്നത് കുടലിന്റെ ചലനം കുറക്കുന്നു. അതാണ് പറഞ്ഞത് എക്സസൈസ് വേണമെന്നല്ലേ. കുടലിന്റെ ചലനം നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പോഴത്തെ എല്ലാ ജോലിയിലും കുടലിന്റെ ചലനം കുറക്കുന്ന ജോലികളാണ് അല്ലെ. കമ്പ്യൂട്ടറിന് മുന്നിലുള്ള ജോലി മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല, അടുക്കളയിലായാലും ചലനം നടക്കുന്നില്ല. സ്ത്രീകൾ ആർത്തവ കാലത്ത് ഹോർമോൺ മാറ്റങ്ങൾ ദഹനത്തെ ബാധിക്കും. സ്ത്രീകൾക്കാണെങ്കിൽ ഈ സമയത്തും ഇതുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മുതിർന്നവർ പ്രായം കൂടുന്നതിനനുസരിച്ച് ദഹനത്തിന്റെ വേഗത കുറയുന്നു. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, നമുക്ക് വിശക്കണില്ല അല്ലെങ്കിൽ ദഹനം ഇല്ല എന്നൊക്കെ. എന്നിട്ട് നമ്മൾ തന്നെ സ്വയം സമാധാനിക്കും അല്ലെ, പ്രായം കൂടിയതായതുകൊണ്ടാണ്, പ്രായമൊക്കെ കൂടിയില്ലെങ്കിൽ അത്രയൊന്നും വിശപ്പുണ്ടാവില്ല എന്നൊക്കെ പറയും. പക്ഷെ പ്രായം കൂടിയത് കൊണ്ടല്ല, നമുക്ക് ചലനം ഇല്ലാത്തത് കൊണ്ടാണ്. പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മൾ പല ജോലിയിൽ നിന്നും വിഡ്രോ ചെയ്യും അല്ലെ. അതൊക്കെ ഇനി കുട്ടികൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കും. പിന്നെ വിദ്യാർത്ഥികളിൽ എങ്ങനെയുള്ളവർ വിദ്യാർത്ഥികളിൽ ഉണ്ടാവുക, സമ്മർദ്ദവും ക്രമരഹിതമായ ഭക്ഷണവും. ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യം നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ പറഞ്ഞു തരണ്ട. ഭക്ഷണശീലം എന്ന് പറഞ്ഞാൽ ക്രമരഹിതമായിട്ട് അവർക്ക് തോന്നിയ പാക്കറ്റ് ഫുഡ് എന്തെങ്കിലുമൊക്കെ തോന്നുമ്പോൾ കഴിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ ഈ വിദ്യാർത്ഥികളിൽ ഗ്യാസ് പ്രശ്നങ്ങൾക്ക് കാരണം ആവാറുണ്ട്. അതുപോലെ സമ്മർദ്ദവും ദഹനവും തമ്മിൽ നല്ല ബന്ധമുണ്ട്. മനസ്സ് അസ്വസ്ഥമായിരിക്കുമ്പോൾ ശരീരം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന അവസ്ഥയിലേക്ക് മാറും. അതായത് മനസ്സിനൊരു പ്രയാസം ഉണ്ടെങ്കിൽ പിന്നെ ശരീരത്തിന്റെ ബ്രെയിൻ എന്ത് ചെയ്യും, ഒന്നുകിൽ ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ്. അതായത് ഒന്നുകിൽ ഇപ്പൊ ഉണ്ടാവുന്ന അസ്വസ്ഥതയ്ക്ക് എതിരെ യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോവുക. അതിപ്പോ ഉദാഹരണമായിട്ട് ഒരു നായയെ കണ്ടാൽ നമ്മൾ പേടിച്ച് ഓടും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, നായയെ കല്ലെടുത്ത് അതിനെതിരെ ഫൈറ്റ് ചെയ്യും. ഈ രൂപം തന്നെയാണ് നമ്മളുടെ ശരീരത്തിൽ നടക്കുന്നത്. ഈ സമയത്ത് ദഹന വ്യവസ്ഥക്ക് ആവശ്യമായ രക്തപ്രവാഹം കുറയും. അപ്പൊ ഈ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മൂഡിലാവുമ്പോ എന്ത് സംഭവിക്കുന്നു, ദഹനത്തിന് ആവശ്യമായ ഊർജം കുറയും, രക്തപ്രവാഹം കുറയും. അതിനാൽ ഭക്ഷണം ശരിയായി ദഹിക്കാതെ ഗ്യാസ് ഉണ്ടാവും, വയർ വീക്കം ഉണ്ടാവും, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ യോഗ അതുപോലെ പ്രാണായാമം ഒക്കെ ചെയ്യുമ്പോൾ ശരീരത്തിന് റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് എന്ന ശാന്ത അവസ്ഥയിലേക്ക് കൊണ്ടുവരും. നിങ്ങൾക്ക് അറിയായിരിക്കും, യോഗ ചെയ്യുന്നവർക്കൊക്കെ അറിയാം, നമ്മുടെ ശരീരത്തിന് നല്ല മൂവ്മെന്റ് കൊടുക്കും, ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നു, റെസ്റ്റ് എടുക്കുന്നു. ആ റെസ്റ്റിന്റെ സമയത്ത് എന്ത് നടക്കുന്നു, ഡൈജഷൻ നടക്കുന്നു. അതിലൂടെ ദഹന പ്രവർത്തനം മെച്ചപ്പെടുന്നു. ഇനി യോഗ എങ്ങനെയാണ് ഗ്യാസ് പ്രോബ്ലത്തിന് സഹായിക്കുന്നു നോക്കാം. യോഗാസനങ്ങൾ ചെയ്യുമ്പോൾ വയറിലെ അവയവങ്ങൾക്ക് സാവധാനമായ മസാജിങ് ലഭിക്കുന്നു. കുടലിന്റെ സ്വാഭാവിക ചലനം മെച്ചപ്പെടുന്നു. രക്തചംക്രമണം, ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നു. നാഡീവ്യവസ്ഥ ശാന്തമാകുന്നു. ദഹനരസങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുന്നു. അതുപോലെ ഗ്യാസ് പുറത്തേക്ക് പോകാൻ സഹായിക്കുകയും ചെയ്യും. ഇവയുടെ ഫലമായിട്ട് ഗ്യാസ്, വയർ വീക്കം, അസിഡിറ്റി എന്നിവയിൽ ആശ്വാസം ലഭിക്കുന്നു. ഗ്യാസ് പ്രശ്നത്തിന് യോഗ തിരഞ്ഞെടുക്കേണ്ടത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവും. യോഗ എന്ന് പറയുന്നത് വെറും ഒരു വ്യായാമമല്ല, അത് ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ സന്തുലിതമാക്കുന്ന സമഗ്രമായ ജീവിത ശൈലിയാണ്. ക്രമമായി ദിവസം ഒരു 50 മിനിറ്റെങ്കിലും യോഗാഭ്യാസം ചെയ്യുക. അതല്ലെങ്കിൽ ഒരു 30 മിനിറ്റെങ്കിലും, സമയമില്ലെങ്കിൽ നിങ്ങൾ 30 മിനിറ്റെങ്കിലും ചെയ്യുക. അതിന്റെ ഫലമായി നിങ്ങൾക്ക് കിട്ടുന്ന മെച്ചങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ ദഹനം മെച്ചപ്പെടുന്നു, മലബന്ധം ഇല്ലാതാകുന്നു, അല്ലെങ്കിൽ മലബന്ധം കുറയുന്നു, ശരീരം ലഘുവാകും, ഒരു എന്താ പറയാ, വലിയ വെയിറ്റ് ഉള്ള അവസ്ഥ മാറി ഒരു ഫ്ലെക്സിബിളായി ലഘുവാകുന്നു ശരീരം. മനസ്സ് ശാന്തമാകുന്നു, നിങ്ങളുടെ ഉറക്കം മെച്ചപ്പെടുന്നു, പിന്നെ ശരീരത്തിന്റെ ഊർജം വർദ്ധിക്കുന്നു. ഇതെല്ലാം യോഗ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന മെച്ചമാണ്. അതുകൊണ്ട് ഈ ഗ്യാസ് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾ യോഗ, അതുപോലെ പ്രാണായാമം, ശ്വസന വ്യായാമങ്ങൾ എന്നിവ പരിശീലിക്കുക. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ രോഗങ്ങളെ കുറക്കാനും അതുവഴി ആ രോഗങ്ങൾ വർദ്ധിക്കുന്നത് തടയാനും സാധിക്കും. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. യോഗ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ
ഞാൻ കമന്റിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. താങ്ക് യു. ഈ യോഗ 40 കഴിഞ്ഞ സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ് കേട്ടോ. 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ യോഗക്ക് താല്പര്യമുണ്ടെങ്കിൽ കമന്റിലെ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യും. താങ്ക് യു.